വാർത്തകൾ വിശദമായി. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. വോക്കൽ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭാണ് പിടിയിലായത്. ഇയാളെ റാന്നിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, ഈ ഒരു തിരുവല്ലയിലെ ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറെ സങ്കീർണമായ കേസിലെ ആരോപണങ്ങളും പ്രത്യാഖ്യ ആരോപണങ്ങളും ഈ അന്വേഷണ സംഘത്തിന് ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി S. ആനന്ദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വിപുലീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഡോ പോലീസിന്റെ നേതൃത്വത്തിൽ തിരുവല്ല സ്പാ കേസിൽ കൂട്ടബലാത്സംഗം നടത്തിയ 6 പ്രതികളിൽ 4-ാമനായ വോക്കൻ എന്ന് വിളിക്കുന്ന തിരുവല്ല ചുമത്ര സ്വദേശി പ്രക്ഷോഭിനെ ഇപ്പോൾ റാന്നിയിൽ നിന്നും പിടികൂടിയത്. സമാനമായ രീതിയിൽ 2 ദിവസം മുമ്പാണ് ഇതിലെ മറ്റൊരു പ്രതിയായ നിരണ സ്വദേശി വരുൺകുമാറിനെ ആലുവ പോലീസ് പിടികൂടുന്നത്. ഈ വരുൺകുമാറിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് 4 പ്രതികൾ, അതിലെ ഒരാളെ കൂടിയാണ് ഈ വോക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭിനെ ഇപ്പോൾ റാന്നിയിൽ നിന്നും പിടികൂടിയത്. അപ്പോൾ ഇപ്പോൾ പോലീസ് റിമാൻഡിലുള്ളത് 1-ാം പ്രതിയായ മരണ സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ, 2 വരുൺദാസ്, 3 നിരണ സ്വദേശി വരുൺകുമാർ, ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്ന ചുമത്ര സ്വദേശി വോക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭ്. ഇനിയും 2 പേരുടെ കൂടി ഉണ്ട്. ഇവരുടെ പേരിൽ ഉള്ളത് ഈ അതിക്രൂരത ഈ സ്പാ സ്ഥാപനത്തിൽ നടക്കുമ്പോൾ ഈ മുഖ്യപ്രതിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി 4 ഇവരെ കൂടി കൂട്ടുപ്രതികളെ കൂടി ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് തന്നെ ഇവരെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പിൽ റിമാൻഡ് ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യും. മറ്റുള്ള പ്രതികൾക്കായി ഊർജിതമായി അന്വേഷണം ആരംഭിക്കുന്നുണ്ട് ദീപ്തി. അപ്പോൾ ഇതിനിടയിൽ ഇനി മറ്റൊരു സംഭവം കൂടി ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. അതായത് കാപ്പ കേസിൽ നിന്നും കുറ്റവിമുക്തനായി കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷമാണ് മരണസുബിൻ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഇനിയും ഈ കേസിൽ മരണസുബിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ മറ്റൊരു കാപ്പ കേസ് കൂടി ചുമത്തി ജയിലിൽ തന്നെ ഇടാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് SP ആനന്ദ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ദീപ്തി. പ്രസാദ്, അതുപോലെ തന്നെ ഇനി 2 പേരെ കൂടിയാണ് പിടികൂടാനുള്ളത്. ഈ ഒരു സംഭവത്തിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞത് ഉത്തരം ശരിയാണ്. കാരണം ഇവരെ കൂടി ഇവരുടെ ഫോൺ ലൊക്കേഷൻ നോക്കുമ്പോൾ ഈ മുന്ന് സമാനമായി ഉള്ള ഈ 4 പ്രതികളും ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഓഫ് ചെയ്യുകയും സ്വിച്ച് ഓൺ ചെയ്യുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ടവർ ലൊക്കേഷൻ നോക്കിയാണ് ഷാഡോ പോലീസും തിരുവല്ല DVSP നജിമോന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആലുവയിൽ എത്തിയത്. കാരണം ഇവർ ആലുവയിലെത്തി മുൻകൂർ ജാമ്യത്തിനായി അഡ്വക്കേറ്റിനെ കാണുന്നുള്ള ഒരു ഊഹം പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സംഘം ആദ്യമായി 2 ദിവസം മുമ്പ് അവിടെ പോവുകയും നിരണ സ്വദേശി വരുൺകുമാറിനെ പിടികൂടുകയും ചെയ്തത്. ഈ വരുൺകുമാറിന്റെ ഫോൺ പലപ്പോഴായി ഓണും ഓഫും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ടവർ ലൊക്കേഷൻ ലക്ഷ്യമാക്കി ആലുവയിൽ നിന്നും പോലീസ് സംഘം പിടികൂടിയത്. തുടർന്നാണ് ഈ വരുൺകുമാറിൽ നിന്നുമുള്ള വിവരം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് വിവരം അനുസരിച്ചാണ് ഇവർ സംസ്ഥാനം വിട്ടുപോകുക എന്നുള്ള ഒരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം കൂടുതൽ ഇന്നലെ തന്നെ വിപുലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വോക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭിനെ പിടികൂടിയത്. ഇനി ഇയാളിൽ നിന്നും ഉടൻ തന്നെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മറ്റു പ്രതികളെയോ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനാണെന്നാണ് സൂചന. ഇവരെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇവരെ പിടികൂടുമെന്നുള്ളതിൽ ഏകദേശം ഉറപ്പ് നൽകിയിട്ടുമുണ്ട് ദീപ്തി. ശരി പ്രസാദ്, എന്തായാലും തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുകയാണ്. ഇനി 2 പേരെ കൂടിയാണ് പിടികൂടാനുള്ളത്. വോക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭാണ് പിടിയിലായത്. ഇയാളെ റാന്നിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. തിരുവല്ല ചുമത്ര സ്വദേശിയാണ് പ്രക്ഷോഭ. കേസിൽ ഇനി 2 പേര് കൂടിയാണ് പിടിയിലാക്കാനുള്ളത്. ഇവർ ബംഗളൂരിലേക്ക് കടന്നെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്ഥാനത്തിന് പുറത്തേക്ക് തന്നെ ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. കേസിൽ മുഖ്യപ്രതിയായ മരണം സുബിൻ, ബെർലിൻ ദാസ്, വരുൺകുമാർ എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. കേസിൽ പ്രതികളായ കിരൺ, സജിൻ
എന്നിവരാണ് നിലവിൽ ഒളിവിലുള്ളത്. ഇവർക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിൽ ഒളിവിലായിരുന്ന നിരണം സ്വദേശി വരുൺ കുമാറിനെ ആലുവയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. സ്പാ ജീവനക്കാരിയെ മരണം സുബിൻ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയപ്പോൾ അതിന് കൂട്ടുനിന്നു എന്നതാണ് ഇപ്പോൾ പിടിയിലയക്കുന്ന പ്രക്ഷോഭ് ഉൾപ്പെടെ പ്രതിയായിരിക്കുന്നത്. കൂട്ടബലാത്സംഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഗുണ്ടാപിരിവ് നൽകാത്തതിനായിരുന്നു സ്പാ ജീവനക്കാരിയെ കാപ്പ പ്രതി മരണം സുബിൻ അതിക്രൂര പീഡനത്തിന് ഇരയാക്കിയത്. എതിർ ബിസിനസ് ഗ്രൂപ്പ് നൽകിയ കൊട്ടേഷനാണ് സുബിനും കൂട്ടരും നടപ്പാക്കിയതെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഈ ഒരു സ്പായുടെ ഉടമയാണ് ഇത് സംബന്ധിച്ച ഒരു ആരോപണം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ബിസിനസ് തർക്കമാണ് ഇതിന് കാരണം, ഈ ഒരു ക്രൂരബലാത്സംഗത്തിന് കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉടമ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സഹപ്രവർത്തകയുടെ ഒത്താശയുണ്ടെന്ന അതിജീവിതയുടെ വെളിപ്പെടുത്തൽ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് കാണുന്നത്. സഹപ്രവർത്തകയും അവരുടെ ആൺ സുഹൃത്തും കേസിൽ പ്രതികളായേക്കും. സ്പാകളിൽ നിന്നും മാസപ്പടി വാങ്ങൽ, ഗുണ്ടാബന്ധം എന്നിങ്ങനെ തിരുവല്ല സ്റ്റേഷനിലെ ചില പോലീസുകാർക്കെതിരായ ആക്ഷേപത്തിൽ വകുപ്പ് തല പരിശോധനയും നിലവിൽ നടക്കുന്നുണ്ട്. പ്രതികളെ പിടികൂടാൻ അന്വേഷണ സംഘം ഇന്നലെ അന്വേഷണം വിപുലീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്കും പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നത്. അതേസമയം കാപ്പ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് സ്പാ ബലാത്സംഗ കേസിൽ വീണ്ടും മരണം സുബിൻ പിടിയിലായത്. കൊടും ക്രിമിനലായ മരണം സുബിനെ അഴിക്കുള്ളിൽ തന്നെ കിടത്താനാണ് പോലീസിന്റെ നീക്കം. ഇപ്പോഴത്തെ കേസിൽ ജാമ്യം ലഭിച്ചാൽ ഉടൻ വീണ്ടും കാപ്പ ചുമത്തി ജയിലിലാക്കാനാണ് ഇപ്പോൾ നീക്കം. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കാനുള്ള ശുപാർശ SB ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ പത്തനംതിട്ട തിരുവല്ലയിലെ സ്പാ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. വോക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭാണ് ഇന്നലെ റാന്നിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ ഒരു മരണം സുബിൻ സ്പാ ജീവനക്കാരിയെ ക്രൂര ബലാത്സംഗത്തിന് ഇടയാക്കിയപ്പോൾ അതിന് കൂട്ടുനിന്നു എന്നതടക്കമുള്ള വകുപ്പുകളാണ് ഈ ഒരു പ്രക്ഷോഭനുൾപ്പെടെ ചുമത്തിയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിലാണ് എന്തായാലും ഇപ്പോൾ ഇനി 2 പേർ കൂടിയാണ് ഈ ഒരു കേസിൽ പിടിയിലാകാനുള്ളത്. പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്.